നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. CBSEയുടെ 10ാം ക്ലാസ് പരീക്ഷ അടുത്ത് വരികയാണ്. അപ്പൊ അതിൽ പല വീഡിയോകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും നിങ്ങളുടെ ഒരു അറിവിനായിട്ട് ഒരു ചെറിയ റിവിഷൻ വീഡിയോ ചെയ്യുകയാണ്. ഇതിലെ ബി വിഭാഗം, ക്വസ്റ്റ്യൻ പേപ്പറിലെ ബി വിഭാഗത്തിൽ വരുന്ന സെക്ഷൻ ബിയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രയോഗം മാറ്റുക എന്നുള്ളത്. അപ്പൊ കർത്താവിനും കർമ്മത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വാക്യരചനാ രീതിയാണ് പ്രയോഗം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തിന് കർത്തരി പ്രയോഗമെന്നും കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രയോഗത്തിന് കർമ്മണി പ്രയോഗമെന്നും പ്രയോഗം മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർമ്മണി പ്രയോഗം ആക്കുന്നതിന് കർമ്മത്തിനെ ഇവിടെ കൊണ്ടുവരണം, കർത്താവിന്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. അപ്പൊ കർത്താവിന്റെ കൂടെ നമ്മൾ ആൽ എന്നൊരു പ്രത്യയം കൂടെ ചേർക്കണം. ക്രിയയുടെ കൂടെ പെട് എന്നൊരു ധാതു ചേർക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് അച്ഛൻ കുട്ടിയെ വിളിച്ചു എന്നാണ് കർത്തരി പ്രയോഗം. അതിനെ കർമ്മണി പ്രയോഗമാക്കുമ്പോൾ കുട്ടി അച്ഛനാൽ വിളിക്കപ്പെട്ടു എന്ന് വരുന്നു. ഇതാണ് അതിന്റെ ഒരു എഴുതേണ്ട രീതി. കണ്ടുണ്ണി വെള്ളായപ്പനെ അപരിചിതനെ പോലെ നോക്കി. അവിടെ അതൊരു കർത്തരി പ്രയോഗമാണ്, കർത്താവിനാണ് പ്രാധാന്യം. ഇതിനെ എങ്ങനെ കർമ്മണി പ്രയോഗമാക്കും? വെള്ളായപ്പൻ കണ്ടുണ്ണിയാൽ അപരിചിതനെ പോലെ നോക്കപ്പെട്ടു എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് പ്രയോഗം മാറ്റുമ്പോൾ ചെയ്യേണ്ടത്. കർത്താവിന്റെ സ്ഥാനത്ത് കർമ്മത്തെ കൊണ്ടുവരണം. അത് ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് കർത്താവിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആൽ എന്നുള്ള ഒരു പ്രത്യയം ചേർക്കണം. ക്രിയയോടൊപ്പം പെട് എന്നുള്ള ഒരു ധാതു കൂടെ ചേർക്കണം. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കുമ്പോൾ കാണാം. മറ്റൊരു ഉദാഹരണം പറയാം. ശകുന്തളയെ താപസിമാർ തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കുന്നു. ശകുന്തള താപസിമാരാൽ തലയിൽ അരിയിട്ട് അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇത് പ്രയോഗം മാറ്റുക എന്നുള്ളത് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. 2 ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതമാണ്, 2 മാർക്ക്. അതിന് തൊട്ട് താഴെ വരുന്ന മറ്റൊരു ചോദ്യം അംഗവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അംഗവാക്യം എന്താണ്? പൂർണ്ണമായ ഒരു അർത്ഥം തരാതെ അങ്കിവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്യത്തെയാണ് അംഗവാക്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മുടെ കയ്യിൽ കുടയില്ലാത്തതിനാൽ മഴ നനഞ്ഞു. ഇപ്പൊ കുടയില്ലാത്തതിനാൽ എന്നുള്ളത് അംഗവാക്യമാണ്. അത് ചേർന്ന് നിൽക്കുന്നത് മഴ നനഞ്ഞു എന്നുള്ള പദത്തിനോടൊപ്പം ആണ്. അപ്പൊ അങ്കിവാക്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ആശയം തരുന്ന വാക്യമാണ് അങ്കിവാക്യം. മഴ നനഞ്ഞു എന്നുള്ളത് അങ്കിവാക്യവും കുടയില്ലാത്തതിനാൽ എന്നുള്ളത് അംഗവാക്യവുമാണ്. അപ്പൊ അംഗവാക്യത്തിന് പൂർണ്ണമായ ഒരു ആശയമില്ല. അംഗവാക്യം അങ്കിവാക്യത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ അതിന്റെ ഒരു ആശയം, അർത്ഥം ലഭിക്കുന്നുള്ളൂ. മരങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോൾ കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നൊരു സെന്റൻസിൽ അംഗവാക്യം, അതായത് ആശയം പൂർണ്ണമായി ഇല്ലാത്ത വാക്യം ഏതാണ്? മരങ്ങൾ വെട്ടി നശിപ്പിച്ചപ്പോൾ എന്നുള്ളതാണ്. കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്നുള്ളത് അങ്കിവാക്യമാണ്, അതായത് പൂർണ്ണമായ ആശയമുള്ള വാക്യം. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് പാഴുതറയുടെ നെടുവരമ്പ് കടന്ന ലോകം മുഴുവൻ അപരിചിതമാണ്. അപ്പൊ ഇതിലെ പൂർണ്ണമായ ആശയം തരുന്ന വാക്യം ഏതാണ്? അങ്കിവാക്യം. ലോകം മുഴുവൻ അപരിചിതമാണ് എന്നുള്ളതാണ് അങ്കിവാക്യം. എന്നാൽ അവിടുത്തെ അംഗവാക്യം ഏതാണ്? പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ എന്നുള്ളത് അവിടുത്തെ അംഗവാക്യമാണ്. ഇങ്ങനെ അപൂർണമായ ആശയമുള്ള ഭാഗം അംഗവാക്യമായിട്ടും പൂർണ്ണമായ ആശയമുള്ള ഭാഗം അങ്കിവാക്യമായിട്ടും നമ്മൾ തിരിച്ച് എഴുതണം. റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ നിറയെ തീയായിരുന്നു. അപ്പൊ ഇതിലെ പൂർണ്ണമായ ആശയം തരുന്ന അങ്കിവാക്യം ഏതാണ്? ചാക്കുണ്ണിയുടെ ഉള്ളിൽ നിറയെ തീയായിരുന്നു. ഏതാണ് പൂർണ്ണമായ ആശയം തരാത്ത വാക്യം? റേഡിയോ പണയം വെക്കുമ്പോൾ, അത് അംഗവാക്യമാണ്. ഇനി നമുക്ക് അടുത്ത് വരുന്ന ഒരു ചോദ്യം ബി പാർട്ടിൽ വരുന്നത് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളത് ഏതാണ്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്യങ്ങളാണ്. ചിലപ്പോൾ ഒരേ അർത്ഥത്തിൽ വരുന്ന ഒന്നിലധികം പദങ്ങൾ തന്നെ അതിനകത്തുണ്ടാകാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഉദാഹരണം വായിക്കാം. അവർ ഭീമനെ പെട്ടെന്ന് വഴിക്ക് വെച്ച് ക്ഷണത്തിൽ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായി അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ അവർ ഭീമനെ പെട്ടെന്ന് വഴിയിൽ വെച്ച് ക്ഷണത്തിൽ കണ്ടെത്തും. പെട്ടെന്നെന്നുള്ളതും ക്ഷണത്തിൽ എന്നുള്ളതും ഒരേ അർത്ഥത്തിലുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അവർ പെട്ടെന്ന് ഭീമനെ വഴിക്ക് വെച്ച് കണ്ടെത്തിയെങ്കിലും ഒന്നും വേണ്ട, കണ്ടെങ്കിലും ക്രോധദീപ്തനായി അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അതുപോലെ കൃഷ്ണ യുധിഷ്ഠിര അർജുനന്മാരെ കണ്ടതുകൊണ്ടാണ് വ്യഥിതനായ ദ്രൗണി ബ്രഹ്മശിരോസ്ത്രം തൊടുക്കാൻ കാരണം. അങ്ങനെ വേണ്ട, കൃഷ്ണ യുധിഷ്ഠിര അർജുനന്മാരെ കണ്ടതുകൊണ്ടാണ് വ്യഥിതനായ ദ്രൗണി ബ്രഹ്മശിരോസ്ത്രം തൊടുത്തത് എന്ന് മതി. വീണ്ടും കാരണം എന്നുള്ളത് വേണ്ട, കണ്ടതുകൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് കാരണം എന്നുള്ളത് അവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുന്ന തന്നിരിക്കുന്ന ഭാഗത്തിലെ വാക്യങ്ങളിലെ ആവർത്തിച്ചിരുന്ന പദങ്ങളെ ഒഴിവാക്കി എഴുതുകയാണെങ്കിൽ
നമുക്ക് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം എഴുതാൻ കഴിയും. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം അയാൾക്ക് എണ്ണമറ്റതും അനേകവുമായ കൊലക്കയറുകൾ സമ്മാനിക്കുകയായിരുന്നു. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം അയാൾക്ക് എണ്ണമറ്റ കൊലക്കയറുകൾ സമ്മാനിക്കുകയായിരുന്നു എന്ന് മതി. എണ്ണമറ്റതും അനേകവും കൂടെ ഒരിടത്ത് വേണ്ട. അതുപോലെ പതിറ്റാണ്ടായി നൂല് കോർത്ത് കൊഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാട് നോക്കുകയും വീക്ഷിക്കുകയും ചെയ്യും. നോക്കുക എന്നുള്ളതും വീക്ഷിക്കുക എന്നുള്ളതും ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ അർത്ഥമാറ്റം വരാതെ വിധിവാക്യത്തെ നിഷേധവാക്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. വിധിവാക്യത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ സാധാരണ എഴുതുന്നതും പറയുന്നതും ഒക്കെ കോമൺ സെന്റൻസുകളാണ്. അതാണ് വിധിവാക്യങ്ങളായിട്ട് വരുന്നത്. വിധിവാക്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ലഭിക്കുന്നതാണ് നിഷേധവാക്യം. ഇതിന് വിധിവാക്യത്തിന്റെ നമ്മൾ നേരിട്ട് പറയുന്ന കാര്യത്തിന്റെ വിപരീതമായ അർത്ഥമാണ് ലഭിക്കുന്നത്. രണ്ട് നിഷേധ രൂപങ്ങൾ ചേർത്ത് പ്രയോഗിക്കുമ്പോഴാണ് നിഷേധവാക്യമായിട്ട് മാറുന്നത്. വന്നു എന്നുള്ളത് വിധിവാക്യമാണെങ്കിൽ വരാതെ ഇരുന്നില്ല എന്നുള്ളത് നിഷേധവാക്യമായിട്ട് മാറുന്നു. കഴിച്ചു, കഴിക്കാതെ ഇരുന്നില്ല. മഴയുണ്ട്, മഴയില്ലാതില്ല. അതുപോലെ മറ്റൊരു വാക്യം ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യ പൗരൻ ചാക്കുണ്ണിയായിരുന്നു. ഇതിനെ നിഷേധ രൂപമാക്കി മാറ്റുന്നത് ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യ പൗരൻ ചാക്കുണ്ണി ആകാതിരുന്നില്ല. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് നിലവിളി ഉയർന്നു. ഇതിന്റെ നിഷേധ രൂപം വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് നിലവിളി ഉയരാതിരുന്നില്ല. അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. വാക്യത്തിന്റെ അർത്ഥം മാറാതെയുള്ള ശരിയായ നിഷേധ രൂപം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോകാതിരുന്നില്ല. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. ആ വാക്യത്തിന്റെ അർത്ഥം മാറാതെയുള്ള നിഷേധ രൂപം ഏതാണ്? ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിക്കാതെ ഇരുന്നില്ല. കുപ്പായ ഒന്നുകൂടെ വീശിക്കൊണ്ട് അയാൾ തുടർന്നു. കുപ്പായ ഒന്നുകൂടെ വീശിക്കൊണ്ട് അയാൾ തുടരാതിരുന്നില്ല. ജയിലിന്റെ പരിസരങ്ങൾ അങ്ങുമിങ്ങുമായി വെള്ളായപ്പൻ കാത്തുകിടന്നു. അതിന്റെ ആൻസർ ജയിലിന്റെ പരിസരങ്ങൾ അങ്ങുമിങ്ങുമായി വെള്ളായപ്പൻ കാത്തുകിടക്കാതിരുന്നില്ല എന്നാണ് അതിന്റെ നിഷേധവാക്യം. വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിക്കാതിരുന്നില്ല എന്നുള്ളതാണ് നിഷേധവാക്യം. പാറാവുകാരന്റെ മുഖം പെടുന്നതിനെ കനുവുറ്റതായി. പാറാവുകാരന്റെ മുഖം പെടുന്നതിനെ കനുവറ്റതാകാതിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ നിഷേധവാക്യം. അയാൾ നിറകണ്ണുകളോടെ തിരികെ നടന്നാകുന്നു. അതിന്റെ നിഷേധവാക്യം അയാൾ നിറകണ്ണുകളോടെ തിരികെ നടന്ന് അകലാതിരുന്നില്ല എന്ന്. ചവിട്ടടിപ്പാതിക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിച്ചു. അതിന്റെ നിഷേധവാക്യം ചവിട്ടടിപ്പാതിക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റ് പിടിക്കാതിരുന്നില്ല. 3 പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. അതിന്റെ ആൻസർ 3 പതിറ്റാണ്ടുകളായി നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ അയാളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാതിരുന്നില്ല. തോർത്തിൽ കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറാണ്. തോർത്തിൽ കോടച്ചി കെട്ടിത്തന്ന പൊതിച്ചോറല്ലാതല്ല എന്നൊരു വാക്യം ആണ് അതിന്റെ നിഷേധ രൂപം. ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദിയായിരുന്നു. ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദി ആവാതിരുന്നില്ല. അയാൾ അജ്ഞാതമായ ഒരു പാട്ടിന് വേണ്ടി കാതോർത്തു. അയാൾ അജ്ഞാതമായ ഒരു പാട്ടിന് വേണ്ടി കാതോർക്കാതിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചാക്കുണ്ണി ഉടുപ്പുകൾ തുന്നി. ചാക്കുണ്ണി ഉടുപ്പുകൾ തുന്നാതിരുന്നില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളാണ് വിധിവാക്യത്തെ നിഷേധവാക്യമാക്കി മാറ്റുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് നമുക്ക് മാർക്ക് പെട്ടെന്ന് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യം ഇനി വരുന്ന ഒരു ചോദ്യം വാക്യത്തെ പ്രയോഗിക്കാനാണ്. അത് നമുക്ക് എളുപ്പമാണ്. വാക്യത്തെ പ്രയോഗിക്കുക. പദങ്ങളുടെ അർത്ഥം നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങളിലെ പദങ്ങളുടെ അർത്ഥം തന്നെയായിരിക്കും വരുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്ന വാക്യത്തെ പ്രയോഗിക്കാൻ കഴിയും. പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഉപന്യാസം ചോദിക്കും. അത് 1.5 പേജ് എഴുതണം. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള റോഡ് അപകടങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും, രാജ്യത്തിന്റെ പുരോഗതിയിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക്, മയക്കുമരുന്നിന്റെ ഉപയോഗം തടയാൻ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് കത്ത് തയ്യാറാക്കുക. പത്രാധിപർക്ക് കത്ത് തയ്യാറാക്കുക എന്നുള്ളൊരു ഇതാണ് വരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർജിൻ സൈഡാണ് ഇടതുഭാഗം. അതിന്റെ ഇടതുഭാഗത്തിന്റെ മുകളിൽ രണ്ടിടത്തായിട്ട് നമുക്ക് പ്രേക്ഷകൻ സ്വീകർത്താവ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് എഴുതാം? മേൽവിലാസം എഴുതാം. ഇപ്പൊ റോഡരികിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ട്രാഫിക് തടസ്സപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കളക്ടർക്ക് ഒരു കത്ത് തയ്യാറാക്കുകയാണെങ്കിൽ മുകളിൽ പ്രേക്ഷകൻ എന്ന ഇടത് സൈഡിൽ എഴുതുക. പ്രേക്ഷകൻ അയക്കുന്നയാള് ഫ്രം ആണ് പ്രേക്ഷകൻ. ആ ഫ്രമിന്റെ അവിടെ നമ്മളെ പേര്, വീട്ടുപേര്, സ്ഥലം, ജില്ല, പിൻകോഡ് എന്ന് മാത്രം എഴുതുക. അതിന് താഴെ സ്വീകർത്താവ് ജില്ലാ കളക്ടർ തിരുവനന്തപുരം എന്ന് എഴുതുക. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കത്തുകൾ എഴുതുമ്പോൾ വിഷയം മുകളിൽ വയ്ക്കണം. റോഡിലെ അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് എന്ന വിഷയം എഴുതിയതിനു ശേഷം 3-4 പാരഗ്രാഫായിട്ട് നമ്മുടെ കണ്ടന്റ് എഴുതുന്നു. അതിനുശേഷം വലത് സൈഡിൽ വിശ്വസ്തതയുടെ പേരെന്നും ഒപ്പെന്നും എഴുതുന്നു. ഇടത് സൈഡിൽ കത്ത് തീരുമ്പോൾ മാർജിന്റെ ഭാഗത്തിന് സ്ഥലവും തീയതിയും വെക്കുന്നു.
ഇതാണ് നമ്മുടെ കത്തെഴുത്തിന്റെ രീതി. ഇനി നമുക്ക് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അത് ഇനി ശ്രദ്ധിക്കേണ്ടത്, പത്രവാർത്ത തയ്യാറാക്കാനായി പത്രം വായിക്കുക. പത്രം വായിക്കുമ്പോൾ പത്രവാർത്തയുടെ ഹെഡിങ്ങും സ്വന്തം ലേഖനം എന്ന് എഴുതി 2 കോളമായിട്ട് പത്രവാർത്ത കൊടുത്തിരിക്കുന്ന കാണാം. പിന്നെ പത്രത്തിലെ എഡിറ്റോറിയൽ ദയവ് ചെയ്ത് പരീക്ഷ വരെയെങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നറിയാമോ? നിങ്ങൾക്ക് വരുന്ന ഉപന്യാസം എഴുത്തിന് അത് നിങ്ങളെ വളരെയധികം സഹായിക്കും. പത്രവാർത്ത എഴുതാനും അത് നിങ്ങളെ സഹായിക്കും. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ബി പാർട്ടിൽ വരുന്ന മറ്റുള്ള ചോദ്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടാതെ വരുന്ന ചോദ്യങ്ങൾ ഇത്രയുമാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.